നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫാമിലി നടത്തുന്ന ഒരുപാട് വർഗീയ പരാമർശങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് കൃത്യമായിട്ട് ആ ഒരു മതവിശ്വാസത്തിന്റെ മാത്രമായിട്ടുള്ള പ്രശ്നമാണ്. മറ്റുള്ള മതങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കുക എന്തിനാണ്? അവരുടെ മക്കള്, ആ മരണപ്പെട്ട സ്വാമി എന്ന് പറയുന്ന മണിയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മക്കള് നിരന്തരമായിട്ട് പറയുന്നു അവരുടെ ഭാര്യ പോലും വർഗീയത തന്നെയാണ് പറഞ്ഞു. ഇനി നേരെ സംസാരത്തിലേക്കൊന്നും കടക്കുന്നില്ല, നമുക്ക് നേരെ ഇദ്ദേഹത്തിന്റെ മക്കള് പറഞ്ഞ കുറച്ച് വർഗീയത നോക്കാം. ആദ്യം മൂത്ത മകനോ രണ്ടാമത്തെ മകനാണെന്ന് അറിയില്ല, ആള് പറഞ്ഞ ഒരു വാക്കുണ്ട്, കേട്ടു നോക്കി. രണ്ടാമത്തത് കേൾക്കാം. ഇത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കിയത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. ക്ഷേത്രത്തിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾ തന്നെയാണ്. കാര്യം മുസ്ലിങ്ങളൊക്കെ ഞങ്ങളൊക്കെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ സമാധി കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഇവർ ക്ഷേത്രത്തിൽ കയറി അതിക്രമിച്ച് കയറി ക്ഷേത്രത്തിനെ ആക്രമിക്കാനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഭാഗ്യത്തിന് എന്താ പറയുക, ഇവിടെ മീഡിയ ചാനലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ഓക്കെ, മീഡിയ ചാനൽസ് ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. മുസ്ലിങ്ങൾ ഞങ്ങളെ തല്ലി തകർക്കാനും ക്ഷേത്രം അതിക്രമിക്കാനും ശ്രമിച്ചു എന്നുള്ള ഒരു വാദമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ അവിടെ ഓരോ നിമിഷങ്ങൾ ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല. കാരണം ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പൊ അതിലൊന്നും കാണാത്ത ഒരു തല്ലും ഇവര് തല്ലുണ്ടാക്കിയിട്ടുണ്ട്. ഇവര് പോലീസുകാർ വന്നപ്പോൾ കിടന്ന് ബഹളം വെച്ചിട്ട് മുസ്ലിം തീവ്രവാദികളാണെല്ലാം ചെയ്തു പറഞ്ഞിട്ട് ഈ ചങ്ങാതി കിടന്നിട്ട് ചീറി പൊളിക്കുന്ന കണ്ടല്ലോ. അതുപോലെ തന്നെ ഇയാളുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ജാതിയുടെ താഴെയുള്ള ഒരു ജാതിയിലുള്ള ഒരാളാണ്, ഞങ്ങളെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിരന്തരം ഈ വീഡിയോസ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, നിരന്തരം പറയുന്നത് വർഗീയതയാണ്. ഓക്കെ, മുസ്ലിങ്ങളാണ് ഇപ്പൊ എന്തുണ്ടാക്കിയത് ഈ ഒരു കാര്യത്തിന്. ഓക്കെ, ഇനി തന്ത്രിയാണെന്ന് പറയുന്ന ആ ഒരു മകൻ, കർമ്മങ്ങളെല്ലാം ചെയ്ത മകന്റെ വാക്കുകളാണ്. ഭരണഘടന അങ്ങനെ എന്ത് ശരി തന്നെ, അത് മരണം വരെ അത് ഒരിക്കലും എൻ്റെ മൃത്യു സംഭവിച്ചിട്ടേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഹിന്ദുവിൻ്റെ അടുത്ത് കയറി കളിക്കാൻ അങ്ങനെ സമ്മതിക്കുമോ? നമ്മൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. അത് ഒരിക്കലും അങ്ങനെ അതൊരു പള്ളിയിൽ കയറിയിട്ട് അവിടെ ഇപ്പം തക്കാപ്പള്ളിയിൽ ഇരിക്കുന്നു, അവിടെ പിന്നെ അവിടെ ചെന്ന് സമാധി അവിടെ ഇരിക്കുന്ന ഇതുണ്ട്, കവറുണ്ട്, അവരെ കുത്തിപ്പൊളിച്ച് നാളെ ഞാൻ പറയണത് ചെന്ന് നിങ്ങളൊന്ന് കുത്തിപ്പൊളിച്ച് എനിക്ക് നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ പരാതി എഴുതി കൊടുത്താൽ അവർ സമ്മതിക്കുമോ? അവർ ഈ തക്കാപ്പള്ളിയിൽ സമ്മതിക്കുമോ? പലരും ഇയാൾ എന്തോ വല്ല കാര്യം, അവിടെയുള്ള പള്ളിക്കകത്ത് ഖബറുണ്ട്, അതായത് ജാറം പൊന്തിയത് എന്നുള്ള സാധനമോ അല്ലെങ്കിൽ ഖബർ എന്നതല്ലോ എന്തായാലും വേണ്ടില്ല, ഈ സാധനം നിങ്ങൾ പൊളിക്കുമോ എന്നുള്ളത് ചോദിക്കുന്നത്. എന്ത് വലിയ പൊട്ടനാണെന്നറിയോ? ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്നും കൃത്യമായിട്ട് അയാൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ എങ്ങനെ മരണപ്പെട്ടു, എവിടെ മരണപ്പെട്ടു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അതേ കാര്യം തന്നെയാണ് നിങ്ങളുടെ മണിയൻ അച്ഛന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് അറിയേണ്ടത്, ജനങ്ങൾക്ക് അറിയേണ്ടത്, ആ നാട്ടുകാർക്ക് അറിയേണ്ടത്. ഇവിടെ മക്ബറയാണെങ്കിലും അല്ലെങ്കിൽ ജാറമാണെങ്കിലും കൃത്യമായ എവിഡൻസ്, കൃത്യമായ രേഖകൾ ഉണ്ടാവും. ഇനി ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഖബറുകളാണ് ഈ പൊന്തി വരുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജാറം പൊന്തി എന്ന് പറയുന്നത്. ഇത്തരം ജാറങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് എന്താണെന്നറിയോ? അത് വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. പുതിയതായിട്ടൊരു ജാറും അങ്ങനെ പൊന്തി വരില്ല. അത് പൊന്തി വരുന്നതിനനുസരിച്ച് നമ്മൾ അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നിട്ട് പറയാണ് പള്ളിയിലുള്ള ഇതില് സംശയമുണ്ട് ചോദിച്ചാൽ നിങ്ങൾ അത് പൊളിക്കുമോന്ന്. പൊട്ടത്തരം പറയില്ലേ? ഭക്ഷണം തന്നെ അല്ലേ കഴിക്കണത്, അരിഭക്ഷണം തന്നെ അല്ലേ കഴിക്കണത്? സംശയമുണ്ട്. കാരണം അമ്മാതിരി ഊളത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പറഞ്ഞത് രണ്ടാമത്തെ മകന്റെയും വർഗീയ പരാമർശം. അവരെന്ത് ചെയ്യും? അതുപോലെ എൻ്റെ സമാധി ചടങ്ങ് പിന്നെ വച്ചിരിക്കുന്നിടത്ത് കുത്തിപ്പൊളിച്ച് നോക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. അത് അവരെന്തൊരു അടിസ്ഥാനത്തിലാണ് കളക്ടർ ഇങ്ങനെ ഓർഡർ ആവശ്യമില്ലാതെ ഇടുന്നത്, അല്ലെങ്കിൽ പോലീസ് അത് നടക്കാത്ത കാര്യം ആണ്. എന്തിനാണ് ആവശ്യമില്ലാതെ കളക്ടർ ഇങ്ങനത്തെ ഒരു ഓർഡർ ഒക്കെ ഇടുന്നത്? പോലീസുകാരെന്തിനാണ് വരുന്നത്? എന്റെ പൊന്നു മോനെ, തലക്കുള്ളിൽ ആൾതാമസം വേണം ആദ്യം, അത് നീ മനസ്സിലാക്കണം. നീ ജീവിക്കുന്നത് വേറൊരു യൂണിവേഴ്സിലൊന്നല്ല, ഇന്ത്യയിലാണ്. ഇതിലിപ്പോ എന്താ ഞാൻ പറയാ, വേറെ ഏതോ ലോകത്ത് ആള് കിടന്നുറങ്ങുന്ന സമയത്ത് സഞ്ചരിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇരിക്കുന്നുണ്ട്. അവിടെ ഭരിക്കുന്നത് VHP ആണ്, VHPയുടെയാണ് ഭരണഘടന, അവർ പറയുന്നത് പോലെയാണ് എന്നുള്ളതാണ്. ഇത് ഹിന്ദുരാജ്യമായി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഉണ്ടാവും മനസ്സിലായില്ലേ? മറ്റൊരു കാര്യം, ഇത് UP-യിലായിരുന്നുവെങ്കിൽ നടക്കാൻ പോണ ഭയങ്കരമായി മാറും എന്നാണ് പറഞ്ഞത്. എന്നാൽ വേറെ ഒരു സന്യാസി പറഞ്ഞ ഒരു വാക്കുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്പലപ്പറമ്പിൽ ഒരു കാരണവശാലും ഇത്തരം ശവക്കല്ലറുകൾ ഉണ്ടാക്കാൻ പാടില്ല, സമാധി ഉണ്ടാക്കാൻ പാടില്ല, അത് നെഗറ്റീവ് എനർജിയാണ്, അമ്പലത്തിനകത്തുള്ള പോസിറ്റീവ് എനർജി ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളെ പ്രേതം എന്നാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ആളുടെ പ്രേതത്തിനെയാണ് അവിടെ കുടിയിരുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തും ആവട്ടെ,
ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഇത്തരം ഊളകൾ എന്ത് പറയണം? അനാവശ്യമായി ഇതിലേക്ക് വർഗീയത എന്തിനാണ് കുത്തിക്കയറ്റുന്നത്? കഴിഞ്ഞിട്ടില്ല. ഇനി അമ്മയുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു വാക്കുണ്ട്. മുഹൂർത്ത സമയം എങ്ങനെ നമ്മൾ നടത്തും? നിങ്ങൾ അതിന് ഞാൻ ചോദിക്കുന്നത് മരിച്ചതിന് ശേഷം സഹോദരി അല്ല ഓക്കെ സമാധി ആയതിനു ശേഷം ഈ മരിച്ച ഗോപൻ സ്വാമിയുടെ സഹോദരി ഒക്കെ ഉണ്ടല്ലോ, സഹോദരി അവരുടെ മക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്തായാലും ഒന്ന് അവസാനമായി ഒന്ന് കാണണമെന്നുണ്ടാവില്ല. അവര് ക്രിസ്ത്യാനി ഒന്ന് സത്യക്രിസ്ത്യാനിയാണ്, അവരെയൊക്കെ വിളിച്ച് നിൽക്കുമ്പോ ഇവിടെ അവരെ മുഹൂർത്തം തെറ്റാണ്. ഓക്കെ, ഇവരുടെ മുഹൂർത്തം തെറ്റുകയാണ്. ഒന്ന് ക്രിസ്ത്യാനിയാണ് കൊണ്ടുവന്നാൽ എന്താവും? ഓക്കെ, വേറെ ഞാൻ പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ. അതാണ് അമ്മ, 2 മക്കള്, ഇനി മരുമകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നിരന്തരം പറയുന്നു. ഇത് അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ചയാണ്. ഇവിടെ ജനങ്ങളുടെ ആവശ്യമാണ്, അതിൽ ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല. അവകാശപ്പെടുന്നുണ്ട്, ശ്വാസം നിലച്ചതിനെ കുറിച്ചിട്ടുള്ള വർണ്ണനകൾ കേൾക്കുന്നുണ്ട്, മക്കൾ പറയുന്ന ആ ഒരു മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ അവിടെ ഇരുന്ന് മരിച്ചു എന്നുള്ള സാധനം പറയുന്നത് എനിക്ക് കമന്റ് ബോക്സിൽ കാണാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോ BP കുറഞ്ഞിട്ടോ കൂടിയിട്ടൊക്കെ ആയിട്ടൊക്കെ തളരില്ലോ, അങ്ങനെ ഇരുന്നതാവാൻ സാധ്യതയുണ്ട്. ആള് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ബാക്കി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. ഓക്കെ, ഒരു ചെറിയ ക്ലിപ്പും കൂടി ഉണ്ട്. ഒരിക്കലും കിടപ്പില്ലല്ലായിരുന്നു. ആ മൃദുലേ വേണമെങ്കിൽ നിങ്ങൾ അവളുടെ ഇപ്പം ചോദിച്ചാൽ അവളൊന്നും അറിയില്ല. അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ഇവരെ ഈ സമാധിയായ അച്ഛൻ അനിയത്തീര മോള് ഞാൻ പറഞ്ഞുതരാം. ചേട്ടാ അനിയത്തീര മോള് ഇവിടെ എന്ന് പറഞ്ഞാൽ അവരിപ്പോ ജോലിക്ക് പോണ സമയത്ത് അച്ഛൻ നോക്കിയൊക്കെ നമ്മളെ കോവിലൊക്കെ തൊഴിലും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അവരാണ് പിന്നെ അവരെ വലിച്ചഴിക്കേണ്ടത്. അവരെ വലിച്ചഴക്കണം. മൃദുല എന്ന് പറയുന്ന അച്ഛന്റെ സഹോദരിയുടെ മകൾ, അവര് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇയാള് കിടപ്പിലായിരുന്നു, കിടക്കപ്പായിൽ മൂത്രമൊഴിക്കുന്ന ആളെ, നടക്കാൻ കഴിയാത്ത ആളാണ്, കണ്ണിന് കാഴ്ചക്കുറവാണ് എന്നുള്ളത്. ആ ഒരു കാര്യം അവരോട് മൃദുലയോട് ഇന്ന് ചോദിച്ചാൽ അവരത് അറിയില്ല, മറന്നു പോയിട്ടുണ്ടാവുന്നാണ് ഈ അമ്മച്ചി പറയുന്നത്. കേട്ടോ എന്റെ പൊന്നെ അമ്മച്ചി, എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മൃദുല എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളാണ്. അവർ കൃത്യമായിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവളെ എന്തിനാണ് ഇതിൽ വലിച്ചിഴക്കുന്നത്? ഓക്കെ, പോയിന്റ്സ് മുഴുവൻ ഇവിടുത്തെ മീഡിയാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഒരു പക്ഷെ BP കൂടി അവിടെ ഇരുന്നതോ പ്രഷർ കൂടി ഇരുന്നതോ ആയ ആളെനെ കുഴിച്ചു മൂടി. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ആത്മീയത തലക്കടിച്ചുകൊണ്ട് അയാൾ ചിലപ്പോ അറ്റാക്ക് ആയിട്ട് മരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതേപോലെ ചെയ്തു. പിന്നത്തെ ഒരു സാധ്യത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലുള്ളത് എന്റേതല്ല, അയാൾ വല്ല പൈസയും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്നൊന്നും പരിശോധിക്കുക. അത് വെറുതെ തള്ളി കളയുന്നുണ്ടോന്ന് അറിയില്ല. അടുത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും പ്രശ്നമാക്കി ഇതിനെ മാറ്റുകയും ഒരു വർഗീയ ലഹള ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ആ ഫാമിലിയിലുള്ള 2 വ്യക്തികൾക്കുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഈ ഒരു വിഷയത്തിൽ എന്തായാലും നമ്മൾ സത്യസന്ധമായിട്ട് തന്നെയാണ് എല്ലാ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ജനങ്ങളുടെ അഭിപ്രായം കൃത്യമായി ഈ സാധനത്തിലേക്ക് നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട്. ആ ഫാമിലിക്ക് എന്തോ ഒരു തകരാറുണ്ടോ എന്നൊരു സംശയം. ആത്മീയത തലക്കടിച്ച്, അന്ധവിശ്വാസം തലക്കടിച്ച്, മറ്റുള്ള മതങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതില്